1975 കാലഘട്ടത്തിൽ KTM വിദ്യാലയത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവച്ച TR സെബാസ്റ്റ്യൻ തന്റെ പൊതുപ്രവർത്തനത്തിൽ 50 വർഷം തികയ്ക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലും യൂത്ത് കോൺഗ്രസിലുമായി 25 വർഷം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ കോൺഗ്രസ് വിട്ടു. 2000-ൽ മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അരക്കുറിശ്ശിയിൽ സ്വതന്ത്രനായി മത്സരിച്ചു. UDF, LDF, BJP സ്ഥാനാർത്ഥികളെ നിലം പരിശാക്കി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കോൺഗ്രസ് വിട്ട TR സെബാസ്റ്റ്യൻ CPMലേക്ക് ചേക്കേറി. 5 വർഷക്കാലം മണ്ണാർക്കാട് പഞ്ചായത്തിന്റെ അമരക്കാരനായി പ്രവർത്തിച്ചു. മണ്ണാർക്കാട് പഞ്ചായത്തിന്റെ 4ാമത്തെ പ്രസിഡന്റായിരുന്നു TR. 5 വർഷത്തിനുള്ളിൽ മണ്ണാർക്കാടും തെങ്കരയിലും ഭരണസമിതിയുടെ കൂട്ടായ്മയോടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 50 വർഷക്കാലമായി മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. 2000-ലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള പദവികളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. ഒരു 75 കാലഘട്ടത്തിൽ KTM സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് ട്രഷററായി പ്രവർത്തനം ആരംഭിച്ച ഞാൻ പിന്നീട് താലൂക്ക് സെക്രട്ടറിയും ജില്ലാ തലത്തിലുള്ള സാംസ്കാരിക സംഘടനയുടെ കൺവീനറും പിന്നീട് വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് 25 വർഷത്തോളം കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആവുന്ന വിധത്തിൽ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പോകുന്നതിനിടയിലാണ് 2000-ൽ ഞാൻ സ്വതന്ത്രനായി മണ്ണാർക്കാട് അരകുറിശ്ശി വാർഡിൽ മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും സ്വതന്ത്രന്റെയും ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ, ഇന്ന് ആ പ്രദേശം എന്ന് പറയുന്ന 3 വാർഡിന്റെ പ്രദേശത്തോളം വരുന്ന ആ മേഖലയിൽ എന്നെ ബഹുഭൂരിപക്ഷത്തോടു കൂടിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണസമിതി പ്രസിഡന്റായി ഈ 2 ദിവസം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ഒക്ടോബർ 5-ന് 2000 ഒക്ടോബർ 5-ന് എന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ 5 വർഷക്കാലം മണ്ണാർക്കാട്ടെ പഞ്ചായത്തിന്റെ 4ാമത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ ഭരണപരമായ നേതൃത്വം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അക്കാലത്ത് മണ്ണാർക്കാടിനെ സംബന്ധിച്ചുള്ള വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണ്. അന്ന് മണ്ണാർക്കാടും ഇന്നത്തെ മണ്ണാർക്കാട് നഗരസഭയും ഇപ്പോൾ നിലവിലുള്ള തെങ്കര പഞ്ചായത്തും ചേർന്ന ഭൂപ്രദേശം, വിശാലമായ ഭൂപ്രദേശവും 50,000-ഓളം അല്ലെങ്കിൽ അതിലേറെ ജനസംഖ്യയുമുള്ള ഒരു പ്രദേശത്താണ് ഞാൻ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. അന്ന് മണ്ണാർക്കാടിനെ ബാധിച്ച നിരവധി വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്ന ഇടപെടൽ നടത്താൻ അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഭരണസമിതി അംഗങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് അന്ന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള നടപടികൾ അന്ന് ആരംഭിച്ചു. അതിന്റെ തുടർച്ചയായി അരകുറിശ്ശി GLPS സ്കൂളിന് സ്ഥലം വാങ്ങുന്നതിന് കഴിഞ്ഞു. മണലടി GLPS സ്കൂളിന് സ്ഥലം വാങ്ങുന്നതിന് കഴിഞ്ഞു. മണ്ണാർക്കാടിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്ന മണ്ണാർക്കാട് KSRTC ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം ആ കാലഘട്ടത്തിലാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. അന്ന് കേരളത്തിലെ ഗവൺമെന്റിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി ആദരണീയനായ ജോസ് ബേബി MLA-യുടെ സഹായത്തോടു കൂടി കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി CK നാണുവിന്റെ അകമഴിഞ്ഞ പിന്തുണയോടു കൂടിയാണ് മണ്ണാർക്കാട് KSRTC സ്റ്റാൻഡ് ഉണ്ടായത്. അരകുറിശ്ശി സ്കൂളിനും GLPS മണലടിക്കുമൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മണ്ണാർക്കാട് തെങ്കര മേഖല ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്നത് കുടിവെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നു. ആ കുടിവെള്ളം ഇന്നുള്ള ആശുപത്രി പടിയിലുള്ള കുടിവെള്ള ടാങ്കിന് പുറമെ മറ്റൊരു ടാങ്ക് കൂടിയും ഉണ്ടാകണം എന്ന ലക്ഷ്യം വെച്ച് അക്കാലത്ത് ഇടപെട്ടതിന്റെ ഫലമായി ഇന്ന് ശിവകുന്നത്ത് നിർമ്മാണം നടക്കുന്ന അണ്ടിക്കുണ്ട്
വാർഡിൽപ്പെടുന്ന പ്രദേശത്ത്, തെന്നാരി വാർഡിൽപ്പെടുന്ന പ്രദേശത്ത് അന്ന് 10 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങിവെക്കുകയും ആ സ്ഥലത്ത് പുതിയ ടാങ്ക് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ സ്ഥലമെടുപ്പിന്റെ കാര്യത്തിൽ വലിയ നേട്ടമാണ് ആ ഭരണസമിതിയുടെ കാലത്തുണ്ടായത്. മാത്രവുമല്ല, തെങ്കരയിൽ ഹൈസ്കൂൾ ഉണ്ടാകണമെന്നത് 10,000-കണക്കിനായ മനുഷ്യരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. തെങ്കരയിൽ ഹൈസ്കൂൾ സാധ്യമാകരുത് എന്ന രൂപത്തിലുള്ള പ്രവർത്തനവും നടന്ന ഘട്ടത്തിൽ തെങ്കരയിൽ ഒരു ഹൈസ്കൂൾ ഉണ്ടാകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആദരണീയനായ അന്നത്തെ ഹെഡ്മാസ്റ്റർ തങ്കപ്പൻ മാഷിന്റെയും ചേലഞ്ചേരി ശശിയേട്ടനെ പോലുള്ള PTA ഭാരവാഹികളുടെ ഒക്കെ സഹായത്തോടു കൂടി നടപടികൾ ആരംഭിക്കാനും അതിന് ആദ്യ ഗഡുവായി ആ കാലത്ത് 5 ലക്ഷം രൂപ നൽകാനും കഴിഞ്ഞു. അതിന്റെ തുടർച്ച ഇന്ന് അവിടെ ഹൈസ്കൂൾ ഉണ്ടായി, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായി. തെങ്കരയിലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ പഠിക്കാവുന്ന രൂപത്തിലേക്ക് ആ നാട് മാറിയതും ആ ഭരണസമിതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. തുടർന്ന് CPM-ൽ ചേർന്ന് ഞാൻ നിരവധി ചുമതലകൾ പാർട്ടിയെ ഏൽപ്പിച്ചത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം കർഷക സംഘത്തിന്റെ ഭാരവാഹിയായും അതുപോലെ തന്നെ പിന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായും ഏരിയ സെന്ററായും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തും ഒക്കെ നിരവധി ചുമതലകൾ എന്നെ CPM ഏൽപ്പിക്കുകയും അതെല്ലാം ഞാൻ എന്നാലാവുന്ന വിധത്തിൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും പാവപ്പെട്ടവന്റെ കണ്ണീര് ഒപ്പുന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്ന് മണ്ണാർക്കാട്ടെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. അതിനിടയിൽ റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റായി 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് ബാങ്കിനകത്ത് അന്നത്തെ സെക്രട്ടറി ശ്രീ M. പുരുഷോത്തമനോടൊപ്പം നിന്നുകൊണ്ട് ബാങ്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബാങ്ക് എന്ന സംവിധാനം, അതുപോലെ നീതി മെഡിക്കൽ സെന്റർ എന്ന ലക്ഷ്യം എല്ലാം പൂർത്തീകരിക്കുന്നതിനും വലിയ ഇടപെടൽ നടത്താനും കുടുംബശ്രീ പ്രസ്ഥാനം പഞ്ചായത്തുകളിൽ ആരംഭിച്ച ഘട്ടത്തിൽ അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇടപെട്ടതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് കുടുംബശ്രീയെ വലിയ രൂപത്തിൽ സഹായിക്കുന്ന പദ്ധതികൾ ആ ബാങ്കിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിനും ആ ഘട്ടത്തിൽ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തോടു കൂടി കാണുന്ന കാര്യമാണ്. തുടർന്നും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ ഞാൻ തുടക്കം മുതൽ ഞാൻ കോൺഗ്രസിനകത്തും CPM-നകത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ 50 വർഷക്കാലത്തെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയാണ് മനുഷ്യരെ കണ്ടുകൊണ്ട് ഇടപെട്ടുള്ളത്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ കുറവോ അതിരോ ഒന്നും ഞാൻ വെക്കാൻ തീരുമാനിച്ചിട്ടില്ല, ആ രൂപത്തിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാ നന്മകളും സമൂഹത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം മണ്ണാർക്കാട്. ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, മണ്ണാർക്കാട് ഏറ്റവും കൂടുതൽ ടൗണിലൂടെ നടന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, മണ്ണാർക്കാട് ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്ത പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മനുഷ്യരുടെ ആവശ്യങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടുണ്ട്. പോരായ്മകളും കുറവുകളും ഒക്കെ ആർക്കും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്ത് നാളുകളിലും ആ പ്രവർത്തനങ്ങൾ, കുറവുകളും അതുപോലെ തന്നെ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ജീവിത അവസാനം വരെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മണ്ണാർക്കാട് മേഖലയിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മറ്റൊന്നും തടസ്സമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സ്നേഹിച്ച, എന്നെ സഹായിച്ച, പലപ്പോഴും എന്നോടൊപ്പം നിന്ന, എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഒപ്പം നിന്ന ആളുകളോട് ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് പൊതുജീവിതത്തിന്റെയും 25 വർഷക്കാലത്തെ രാഷ്ട്രീയ ചുമതലകളിൽ നിർവഹിച്ചതിന്റെയും ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നന്ദിയോടെ, വാക്കുകൾക്കപ്പുറത്ത് ഹൃദയത്തിൽ നന്ദി സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ഈ ജനം നൽകിയ സ്നേഹത്തിനും കടപ്പാടിനും കൃതജ്ഞത അർപ്പിക്കുന്ന പ്രവർത്തനങ്ങളായി ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അരക്കുറിശി മണലടി സർക്കാർ LP വിദ്യാലയങ്ങളും തെങ്കര ഹൈസ്കൂൾ വിഭാഗവും യാഥാർത്ഥ്യമാക്കുവാനും മണ്ണാർക്കാട് KSRTC സ്റ്റാൻഡിനായി സ്ഥലം ഏറ്റെടുക്കുവാനും അതുപോലെ ഇന്ന് ശിവൻകുന്നിലെ ശുദ്ധജല വിതരണത്തിനായി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഭൂമി 10 സെന്റ് വാങ്ങുവാൻ കഴിഞ്ഞതും 2000-2005 കാലഘട്ടത്തിലാണ്. കർഷക സംഘത്തിന്റെയും CITU പ്രസ്ഥാനത്തിലും അതുപോലെ CPIM ഏരിയ കമ്മിറ്റി അംഗമായും ഏരിയ സെന്റർ അംഗമായും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് പ്രസിഡന്റായി സെക്രട്ടറി പുരുഷോത്തമനും ഒന്നിച്ച് ജനക്ഷേമകരമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയായി ഉയർന്നപ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനവും ലഭിച്ചിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് 50 വർഷം ഒക്ടോബർ 5 ആഘോഷമാക്കി മാറ്റാൻ ഒരുങ്ങി മണ്ണാർക്കാട്ടുകാരുടെ സ്വന്തം TR.